നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനമാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നുവരുന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു ഉത്തരവും നൽകാതെ ഒരു പ്രസ്താവന മാത്രം ഇറക്കി ലാലേട്ടൻ കൈകഴുകി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ ഒരു പത്രസമ്മേളനം നൽകാനോ തയ്യാറാകാത്ത കംപ്ലീറ്റ് ആക്ടർ കംപ്ലീറ്റായി സ്കൂട്ടായിട്ടുണ്ട്. പിന്നെയുള്ള ബിഗ് എംസിലെ മെഗാ എം ആകട്ടെ എവിടെയെന്ന് പോലും അറിയില്ല. സാധാരണ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന പുരോഗമന സിംഹമെന്ന് ആരാധകർ വാഴ്ത്തിപ്പാടുന്ന മമ്മൂക്ക ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇനി സാക്ഷാൽ സുരേഷ് ഗോപിയുടെ നിലപാട് നോക്കിയാൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴേ കലിതുള്ളുന്ന അവസ്ഥയാണ്. ഇന്നലെ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും തള്ളി മാറ്റുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ ഇന്നത്തെ യാത്രയാകട്ടെ മാധ്യമങ്ങൾക്ക് നേരെ മൊബൈൽ ക്യാമറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. സുരേഷ് ഗോപി തന്റെ ഫോൺ ക്യാമറയിൽ മാധ്യമപ്രവർത്തകരെ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ശുഭിതനായാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പെരുമാറിയത്. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ അദ്ദേഹം മൈക്കും തട്ടിക്കളഞ്ഞു. ജനങ്ങൾക്കറിയാനുള്ള ചോദ്യമാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ BJP നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കിയത് പോരാഞ്ഞ് ട്രോളന്മാർക്ക് നല്ല വകയും ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചോദിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അമ്മ സംഘടനയുമായുള്ള കാര്യം ഇപ്പോഴല്ല ചോദിക്കേണ്ടത്, ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യവും ചോദിക്കണം. ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങളെന്നും മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിക്കുകയാണെന്നും പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ്. നിങ്ങൾ കോടതിയാണോ? കോടതി തീരുമാനിക്കും. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. വിഷയത്തിൽ കോടതി ഉചിതമായി തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് സുരേഷ് ഗോപി ഭരത് ചന്ദ്രൻ മോഡിൽ പറഞ്ഞത്. മാത്രമല്ല മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. ഇതോടെ നോർത്തിൽ കങ്കണ റണൌട്ട് ആണെങ്കിൽ ഇങ്ങ് സൗത്തിൽ സുരേഷ് ഗോപിയാണ് BJPക്ക് തലവേദനയായത്. എന്തിനായിരുന്നു സുരേഷ് ഗോപിക്ക് തൃശൂർ സീറ്റ് നൽകിയത് എന്ന ചിന്തയിലായിരിക്കും ഇപ്പോൾ കേരളത്തിലെ BJP ഘടകം. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷിനെ പരസ്യമായി പിന്തുണച്ച സുരേഷ് ഗോപിക്കെതിരെ BJPയിൽ വലിയ അമർഷമാണ് പുകയുന്നത്.